നമ്മൾ ഇന്നൊരു യാത്രയിലാണ്. നമ്മൾ യാത്ര പോകുന്നത് കൊടുങ്ങല്ലൂരിലെ തകർക്കപ്പെട്ട കൊടുങ്ങല്ലൂർ കോട്ടയിലേക്കാണ്. അപ്പോൾ നമ്മൾ പണ്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടിയും റിനോവേറ്റ് ചെയ്ത് കുറച്ച് ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല മുസ്ലിംസ് ഫെസ്റ്റ് എന്നൊരു പ്രോഗ്രാം കൂടി നടപ്പുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ, എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് സബ്സ്ക്രൈബർ കൗണ്ട് ഇച്ചിരി കുറവാണ്. അപ്പോൾ നമുക്ക് തുറന്ന് വീഡിയോയിലേക്ക് പോവാം. ഞാൻ യാത്ര തുടങ്ങുന്നത് കീഴ്ത്തളിയിൽ നിന്നാണ്. കൊടുങ്ങല്ലൂർ കീഴ്ത്തളി, തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിനടുത്തുള്ള കീഴ്ത്തളി. അവിടെ നിന്ന് നേരെ കോട്ടപ്പുറം കോട്ടയിലേക്ക് പോകുന്ന റൂട്ടുണ്ട്. കീഴ്ത്തളിയിൽ നിന്നും ഇടതുഭാഗം തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആനാപ്പുഴ സെൻറ്റർ എത്തും. ഈ കാണുന്നതാണ് ആനാപ്പുഴ സെൻറ്റർ. ഈ ആനാപ്പുഴ സെൻറ്ററിൽ നിന്നും നേരെ പോകുന്നതാണ് കോട്ടപ്പുറം. അപ്പോൾ ഞാനിവിടെ ചെല്ലുന്ന ദിവസം ഒരു തിരുനാൾ അങ്ങനെ എന്തോ നടക്കുന്നുണ്ടായിരുന്നു. ക്രിസ്ത്യൻ പള്ളിയിൽ തൊട്ടടുത്ത് സെൻറ്റ് മൈക്കിൾസ് പള്ളിയുണ്ട്. അവിടെ കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റാലിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ കുറച്ച് നേരം ബ്ലോക്കിൽ പെട്ടു. ഇത് ഇവിടെ പ്രദക്ഷിണം ചെയ്ത് ഈ ഒരു ഏരിയ പ്രദക്ഷിണം ചെയ്ത് പോകുന്നതാണ്. അതെന്തോ ചടങ്ങാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആൾക്കാർ. അപ്പോൾ അതിനിടയിൽ നിന്ന് നമ്മൾ ഒരു വിധമാണ് കഷ്ടിച്ച് പുറത്തിറങ്ങിയത്. എന്തായാലും നാട്ടുകാർ നല്ല സഹകരണമായിരുന്നു. വലിയ കാര്യത്തിന് കുറേ നേരം അവിടെ പോസ്റ്റ് ആവാൻ വേണ്ടിയൊന്നും വന്നില്ല. അതിനിടയിൽ തന്നെ ഇതിൻ്റെ ആളുകൾ തന്നെ നമ്മളെ ഫ്രണ്ടിലോട്ട് വിളിച്ച് വിടുന്നുണ്ടായിരുന്നു. സൈഡിലെ ചേച്ചിമാരൊക്കെ മാറി തന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റി. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ട് നമ്മൾ ഏകദേശം 3/4 മണിക്കൂർ അവിടെ പോസ്റ്റായാണ്. അങ്ങനെ നമ്മൾ നേരെ പോവുകയാണ്. ഈ കോട്ടപ്പുറം കോട്ട എന്ന് പറയുന്നത് കോട്ടപ്പുറം ചന്തയോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ്. ഈ കോട്ടപ്പുറം ചന്ത എന്ന് പറയുന്നത് ഏകദേശം ഒരു നല്ല പഴക്കമുണ്ട്. 2000 വർഷത്തോളം പഴക്കമുണ്ട്. 2000-2500 വർഷത്തോളം പഴക്കമുണ്ട്. കാരണം ഇവിടെ ട്രേഡ് ചെയ്യാനായിട്ടാണ് ഈ അറബികളും ചൈനക്കാരും പേർഷ്യക്കാരും റോമാക്കാരും ഒക്കെ വന്നിരുന്നത്. അപ്പോൾ ഇത് പണ്ട് കാലം മുതലേ വലിയൊരു ട്രേഡ് സെൻറ്റർ തന്നെ ആയിരുന്നു. മാത്രമല്ല അതിൻ്റെ പേരിൽ തന്നെയാണ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കോട്ട പണിതത്. കാരണം ആളുകളെ നിരീക്ഷിക്കാനും ആക്രമിക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യം നോക്കിയിട്ടാണ് ആളുകൾ കോട്ട പണിതത്. അപ്പോൾ ഇതാണ് കോട്ടപ്പുറം. ഈ കോട്ടപ്പുറം ഭാഗം തന്നെ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എൻട്രൻസ് ഉണ്ട് സെൻറ്റ് മൈക്കിൾസ് പള്ളിക്ക്. അതിൽ പുറകിലെ എൻട്രൻസ് ചേരമാൻ പറമ്പ് എന്ന് പറയുന്ന ഭാഗത്തെ എൻട്രൻസാണ്. ഈ ചേരമാൻ പറമ്പ് എന്ന് പറയുന്നത് ഇവിടെ പണ്ട് കൊട്ടാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചേര ഭരണകാലത്ത്. പിന്നീട് നാമാവശേഷം കാര്യങ്ങളൊക്കെ ആയി. ഇപ്പോൾ വേറെ ഒന്നുമില്ല അവിടെ, കുറേ അവശേഷിപ്പല്ലാതെ വേറെ ഒന്നുമില്ല, കാണിക്കാൻ പാത്രമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മളത് ഷൂട്ട് ചെയ്യാഞ്ഞത്. ഏകദേശം നമ്മളീ പോകുന്നതിൻ്റെ ഇടത്തെ ഭാഗത്തായിട്ട് വരും ചേരമാൻ പറമ്പ്. നിങ്ങൾക്ക് കാണാം അവിടെ ഇപ്പോൾ ഒരു പറമ്പെന്ന് പറയാൻ ഭാഗത്തിലുള്ളൂ, വേറെ ഒന്നുമില്ല. കുറച്ച് അവശിഷ്ടങ്ങളോടെ സൂക്ഷിച്ചിട്ടുണ്ട്. ശിവലിംഗവും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ മറ്റേ എക്സ്കവേഷൻ എന്ന് പറയില്ലേ, ഖനന പ്രക്രിയയിൽ കിട്ടിയതാണത്. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ ഇതിപ്പോൾ കോട്ടപ്പുറമായിട്ടോ. അപ്പോൾ ഇവിടുന്ന് നേരെ ചെന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ കോട്ടപ്പുറം ചന്തയും ഇടത്തോട്ട് തിരിഞ്ഞാൽ കോട്ട എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ കോട്ട എന്നാണ്. ചെറിയൊരു ഏരിയയാണ് കോട്ടപ്പുറത്തിൻ്റെ അപ്പുറമുള്ള ചെറിയൊരു ഏരിയയാണ് കോട്ട എന്ന് പറയുന്നത്. പക്ഷേ പണ്ട് കാലത്ത് ഒരു ചെറിയ ഏരിയ ആയിരുന്നില്ല, അത്രയും തന്ത്രപ്രധാനമായ ഒരു സ്ഥലമായിരുന്നു. പുഴയിൽ നിന്നും പണ്ടെന്ന് പറഞ്ഞാൽ ട്രേഡ് നടക്കുന്ന കപ്പലാണല്ലോ, വലിയ ലോറിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ കപ്പൽ നിരീക്ഷിക്കാനും പിന്നെ അതിനുള്ള ടാക്സ് പിരിക്കാനുള്ള എല്ലാ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ വലത്തോട്ട് തിരിയുന്നില്ല, നമ്മൾ നേരെ ഇടത്തോട്ടാണ് തിരിയുന്നത്. ഈ പാലം കഴിഞ്ഞ് ഇറങ്ങുന്നത് നമ്മൾ കോട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഈ പാലമൊക്കെ പണ്ട് കാലത്ത് പാലം കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഭാഗം ഒരു തുരുത്ത് പോലെ ഒറ്റപ്പെട്ടതാണ്. ഇവിടെ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും എത്തിപ്പെടാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. കോട്ടപ്പുറത്ത് നിന്നും പല ജലപാതയുണ്ട്. ഇപ്പോൾ കാലടിക്കുണ്ട്, കൊല്ലത്തൊക്കെ ഉണ്ട്. ഇനി അറബിക്കടലിലോട്ട് നേരിട്ടൊക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇത് ജ്ഞാനായക്കാരെ ഒരു പള്ളിയാട്ടോ, ഒരു ഇതാണ് ചരിത്ര സ്മാരകമാണത്. അപ്പോൾ ഞാൻ ചെന്ന ദിവസം ഇവിടെ വേലിയിറക്കമായിരുന്നു, നന്നായിട്ട് ഇറങ്ങിക്കിടക്കായിരുന്നു. അപ്പോൾ ചീനവലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിങ്കളാഴ്ച ഇവിടെ മുടക്കാണ് കേട്ടോ. തിങ്കളാഴ്ച ചെന്നിട്ട് കാര്യമില്ല, കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു കണ്ടൽച്ചെടിയും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ വ്യക്തമായിട്ട് കാണാം. സാധാരണഗതിയിൽ ഇത് മുങ്ങിക്കുന്ന രീതിയിലാണ് വെള്ളം ഉണ്ടാവാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടല്ലേ ഞാനതിൻ്റെ കട കാണിച്ചു തരാം. അപ്പോൾ ഒരു കണ്ടൽ എത്രമാത്രം തീരസംരക്ഷണത്തിന് പ്രാധാന്യമുണ്ടെന്ന് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ഒരുപാട് ഓളങ്ങൾ അടിച്ചിട്ടും കണ്ടലിനൊരു വ്യത്യാസമൊന്നുമില്ല. ഇത് തുരുത്തിപ്പുറം പാലമാണ് നേരത്തെ കണ്ടത് കേട്ടോ. ഒരു ഇൻ്റർലോക്ക് ടൈല് വിരിച്ച പാതയാണ്. അതിൻ്റെ സൈഡിലായിട്ട് ജ്ഞാനായക്കാര ഒരു ചരിത്ര സ്മാരകവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് അവർ പോയത്, ജ്ഞാനായ ക്രിസ്ത്യാനികൾ പോയത് ഇവിടെ നിന്നാണ്. മാത്രമല്ല ഇവിടെ അവരെ ഒരു
ഇത് പറയില്ല, എന്താ പറയുക, ഹെഡ് ഓഫീസ് എന്നൊക്കെ പറയുക. അതുപോലെ തന്നെ ഒരു പള്ളിയുണ്ട്. അടുത്ത് തന്നെ ഈ പള്ളി നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനിവിടെ ഒരു നമ്പറുണ്ട്. ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് വേണം ചെല്ലാനായിട്ട്. കാരണം അവരുടെ പ്രകാരം നമുക്ക് തുറന്നു തരും അവർ. അപ്പോൾ നമ്മൾ മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വേണം ചെല്ലാനായിട്ട്. ഈ നേരെയുള്ള റോഡ് പോകുന്നത് കോട്ടയിലേക്കാണ്. അപ്പോൾ ആദ്യമേ പറയാം, കോട്ട എന്ന് പറയുന്നത് വലിയ പ്രദേശമൊന്നും വേണ്ട. ഇത് ഈ ഭാഗങ്ങളിൽ കണ്ടുവരുന്ന കൃഷിയാട്ടോ, കൂട് കൃഷി എന്ന് പറയും. മീനാണ് അതിൻ്റെ അകത്ത്. നമ്മുടെ കരിമീനുണ്ടാവും, വറ്റി ഉണ്ടാവും, അങ്ങനെ വിറ്റ് പോകുന്ന ചെമ്പല്ലി, പെട്ടെന്ന് നല്ല വിലയ്ക്ക് വിറ്റ് പോകുന്ന മീനൊക്കെ അതിൻ്റെ അകത്ത് വളർത്തും കേട്ടോ. ഇതാണ് കൗണ്ടർ വരുന്നത്. മുസ്ലിസ് പ്രൊജക്റ്റിൻ്റെ ഭാഗം തന്നെയാണ് ഈ കോട്ടയുടെ ടൂറും കാര്യങ്ങളൊക്കെ. ഇവിടെ ഇതിൻ്റെ വിലകളൊക്കെ കൊടുത്തിട്ടുണ്ട്. 24 പേർക്ക് 22,000 രൂപ എന്നൊക്കെയുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴീക്കോട് മാർത്തോമ പള്ളി, സീതി സാഹിബിൻ്റെ വീട്, സീതി സാഹിബിൻ്റെ അല്ല, അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ വീട്. സീതി സാഹിബിന് മാറിപ്പോയതാണ്. അബ്ദുറഹ്മാൻ സാഹിബുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവും. അങ്ങനെ പറവൂർ പോവും, ജ്യോതിസിന് പോയി പോവും. അങ്ങനെ കുറച്ച് ട്രിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ട് ഒന്നും തിരഞ്ഞെടുത്തിട്ടില്ല. ബോട്ട് അത്രയും ആളുകൾ വേണം, അല്ലെങ്കിൽ നല്ല ചാർജ് വരും. ഇവിടെ നിന്ന് തന്നെ പറവൂർ ആ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. പറവൂർ ചേന്നമംഗലം എന്ന് പറയില്ലേ, ആ ഭാഗത്തൊക്കെ സർവീസ് ഉണ്ട്. സർവീസ് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് മുസ്ലിസ് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗേറ്റ് കടന്ന് ചെല്ലുന്നത് കോട്ടയിലേക്കാണ്. അപ്പോൾ ആദ്യമേ പറയുന്നത് കോട്ട എന്ന് പറയുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, തകർന്ന കോട്ടയുടെ കുറേ അവശിഷ്ടങ്ങളാണ്. ഇതെല്ലാം കോട്ടയുടെ അവശിഷ്ടങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഏകദേശ രൂപങ്ങളും കാര്യങ്ങളൊക്കെ പണ്ടറിയില്ലായിരുന്നു. ഇപ്പോൾ അതറിയാൻ പാകത്തിൽ അവരവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം രൂപമൊക്കെ ഒരു ഫോട്ടോ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഡച്ച് പോർച്ചുഗീസ് ലൈബ്രറികളിൽ, നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവിതാംകൂറിലാണ് കേട്ടോ. നിങ്ങൾ ആ കല്ല് കണ്ടില്ലേ, ആ കല്ല് തിരുവിതാംകൂറിനെ സൂചിപ്പിക്കുന്നതാണ്. തൊട്ടപ്പുറം കൊച്ചി രാജ്യമാണ്. അപ്പോൾ ഈ നിൽക്കുന്നതൊക്കെ തിരുവിതാംകൂറാണ്. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ഡച്ച് പോർച്ചുഗീസ് ആർക്കൈവ്സ് രേഖകളുണ്ട്. ഈ ചരിത്രപ്രധാനമായ കാര്യങ്ങൾ സൂക്ഷിക്കുന്ന ലൈബ്രറികളുണ്ട്. അവിടെ ലിസ്ബണിലും നെതർലാൻഡ്സിലും അവിടെ നിന്നും ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും പ്ലാനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫോട്ടോസ് അന്ന് ഫോട്ടോസ് ആയിട്ടല്ല, വരച്ചുണ്ടാക്കിയ പ്ലാനും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് കോട്ടയുടെ ഏകദേശ രൂപഭാവങ്ങൾ പുരാവസ്തു വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ സ്റ്റെപ്പും വായിച്ച് പോകണം. ഇതൊക്കെ പോസ് ചെയ്ത് വായിക്കാം കേട്ടോ. വായിക്കാൻ പാകത്തിനാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലെഴുതിയിരിക്കുന്നത് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ തെക്ക് ഭാഗത്ത് പെരിയാർ നദീതീരത്താണ് കോട്ടപ്പുറം അല്ലെങ്കിൽ ക്രാങ്കന്നൂർ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ആ ഡീറ്റെയിലാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇവിടെ ആദ്യകാലം തുടങ്ങിയുള്ള ഒരു ഇൻട്രോ ഉണ്ട്. ഇവിടെ മുസ്ലിസ് ഹെറിറ്റേജ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇൻട്രോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി കഴിയുന്ന ഓരോ സ്റ്റോപ്പിലും അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഈ കാണുന്ന ഭാഗങ്ങളിലൂടെയാണ് കേട്ടോ ബോട്ടൊക്കെ പോവുക. ബോട്ട് കയറാവുന്ന എല്ലാ സ്ഥലത്തും കനാലിലൂടെയും പോകും. മുസ്ലിസ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പോൾ ചരിത്ര സംബന്ധിയായ അറിവുള്ളവർക്കും അറിവില്ലാത്തവർക്കും ഒരു ബോട്ട് സവാരി, അതിനെപ്പറ്റി അറിവുള്ളവർക്ക് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഈ കാണുന്നത് കോട്ടയുടെ അവശിഷ്ടം കേട്ടോ. അപ്പോൾ നമ്മൾ തൊടാൻ പോകുന്ന, അല്ലെങ്കിൽ നമുക്കൊരു 500 വർഷം പഴക്കമുള്ളത്, 500 വർഷം മുമ്പത്തെ ചരിത്രമാണ് നമ്മുടെ കൺമുന്നിൽ ഇപ്പോൾ കല്ലായിട്ട് നിൽക്കുന്നത്. ഈ കല്ലൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ അന്നുള്ള സുർക്കി മിസ്രിതാണ്. ഇതും ഒരു മാറ്റവും കാര്യങ്ങളൊന്നുമില്ല. കല്ലിൻ്റെ ഒക്കെ ക്വാളിറ്റി കണ്ടില്ലേ. ഇതേ കല്ല് നമ്മൾ മഞ്ഞുമാതാ പള്ളിക്ക് മുമ്പ് ചെയ്ത ഒരു കടലാറ്റ് പള്ളിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്ന് ഞാൻ കല്ലിൻ്റെ സൈസ് ഞാൻ പറഞ്ഞിരുന്നു, യൂണിഫോം സൈസാണ്. ഇതിലെഴുതിയിരിക്കുന്നത് പോർച്ചുഗീസുകാർ CE 1523, അതായത് 500 വർഷം മുമ്പാണ് ഈ കോട്ട നിർമ്മിച്ചത്. തുടർന്ന് 1662 ഡച്ചുകാർ കോട്ട കീഴടക്കി വാണിജ്യത്തിലുള്ള സ്ഥലമാക്കി മാറ്റി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സമ്മതത്തോടുകൂടി തിരുവിതാംകൂർ ഈ കോട്ട വാങ്ങി. 1789 മൈസൂരിലെ ടിപ്പു സുൽത്താൻ കോട്ട ആക്രമിച്ച് തകർത്തു. അപ്പോൾ കോട്ട ആക്രമിച്ച് തകർക്കാനൊരു കാരണമുണ്ട്. ഇതിൻ്റെ അതിർത്തിയാണിത്, തിരുവിതാംകൂർ കൊച്ചി. അപ്പോൾ ഡച്ചുകാർ യുദ്ധാവശ്യങ്ങൾക്കല്ല മെയിനായിട്ട് ഇത് ഉപയോഗിച്ചത്, ട്രേഡിങ്ങിനാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇവർ ഡച്ചുകാരിൽ നിന്ന് തിരുവിതാംകൂർ വിലക്ക് മേടിച്ചു. അപ്പോൾ കൊച്ചി രാജ്യം, ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഉൾപ്പെടുന്ന കൊച്ചി രാജ്യം ഇവർ സാമന്തരായിരുന്നു. എന്നാൽ കൊടുങ്ങല്ലൂർ തൊട്ടപ്പുറം തിരുവിതാംകൂറിൻ്റെ അതിർത്തി ഉണ്ട്. അപ്പോൾ ഈ കൊച്ചി രാജ്യം മൈസൂരിൻ്റെ സാമന്ത രാജ്യമാണ്. അതായത് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയില്ലേ, അവരാ ഫ്രണ്ട്ഷിപ്പായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിൽ കഴിഞ്ഞു പോകുന്ന ആൾക്കാരാണ്. അതിൻ്റെ പേരിൽ തന്നെ കൊച്ചി രാജാവിന് ഭീഷണിയായ സമയത്ത് ആദ്യം ഒരു സൈനിക പടനീക്കം നടത്തിയിരുന്നു. പിന്നീട് അവർ കരാറുമൊക്കെ അവസാനിപ്പിച്ചു. പിന്നെ വന്നപ്പോൾ പുള്ളിക്കാരനത് പൊളിച്ചുകൊണ്ട് അവിടെ പോയി. കാരണം ശ്രീരംഗപട്ടണത്ത് യുദ്ധം തുടങ്ങിയ സമയത്ത് തിരിച്ചു പോകേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു കോട്ട നിന്നാൽ തിരുവിതാംകൂർ വാങ്ങും. പിന്നെ അത് കരാറിൻ്റെ ലംഘനമൊക്കെ ആവുമെന്ന് കണ്ടോടുകൂടി പുള്ളിക്കാരൻ വന്ന് പീരങ്കി വെച്ച്
വെടിക്ക്, ഒരു വെടിയല്ല, ഒരു 3-4 റൗണ്ട് വെടി വെച്ചോടുകൂടി കോട്ട ഒരു പരിവാക്കി കളഞ്ഞ്. മാത്രമല്ല മണ്ണിട്ട് മൂടുകയും ചെയ്ത്. അത് ഈ എക്സ്കവേഷനിൽ അത് കറക്റ്റായിട്ട് അത് വെളിവായിട്ടുണ്ട്, മണ്ണിട്ട് മൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം. കാരണം മണ്ണിൻ്റെ 2-3 ലെയറൊക്കെ ഇവർ കണ്ടെടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടൊരു ട്രെഞ്ച് കുഴിച്ചിട്ടാണ് ഇവർ ഇതെല്ലാം റിക്കവർ ചെയ്തെടുത്തത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഈ ഒരു പ്രദേശം ഇതാണ് കേട്ടോ, ചുറ്റും കനാലാണ്. ഇവിടെ കാര്യമായിട്ട് വേറെ ബന്ധമൊന്നുമില്ല. കോട്ടയുമായി ബന്ധപ്പെട്ട രേഖകളുടെ ആധികാരികത നിർണ്ണയിക്കുന്നതിനും മധ്യകാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ ഈ സമുദ്ര വാണിജ്യ കേന്ദ്രമെന്ന നിലയിൽ ഈ കോട്ടയുടെ പങ്ക് സ്ഥാപിക്കുന്നതിനാവശ്യമായ ഉദ്ഖനന പ്രവർത്തനങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ പുരാവസ്തു വകുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം തകർക്കപ്പെട്ട രീതിയിലായിരുന്നു. ഈ ഒരു പടവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ആലോചിക്കണം, പണ്ടത്തെ ഒരു ലൈബ്രറിയിലുള്ള പടവാണിത്, പുറം രാജ്യത്തുള്ള പടവാണിത്. അപ്പോൾ ഇവിടെ നിന്നാണ് കപ്പലിറങ്ങി ഒരുപാട് സാധനങ്ങൾ കയറിപ്പോയിട്ടുള്ളതും ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു പടവുകളാണിത്. അപ്പോൾ നമുക്ക് മുമ്പേ ഒരുപാട് ആളുകൾ 500 വർഷം മുമ്പ് ട്രേഡിങ് നടന്നൊരു സ്ഥലമാണ്. അപ്പോൾ ആലോചിക്കണം, കേരളത്തിൻ്റെ ഏറ്റവും ഒരു സെൻട്രൽ പോയിന്റുകളിൽ ഒന്നാണിത്. 2-3 പോയിന്റ്, ഇപ്പോൾ കൊല്ലം, കോഴിക്കോട്, കൊടുങ്ങല്ലൂർ, അങ്ങനെ കുറച്ച് പോയിന്റ് ആകെ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ പൊക്കിയെടുത്തേക്കുന്ന ഏരിയകളാണ് കേട്ടോ. ശരിക്കും ഈ ഭാഗമൊന്നും സമുദ്ര നിരപ്പിൽ ഉള്ള ഇത് തന്നെയാണിത്. കാരണം വലുതായിട്ട് പൊങ്ങിപ്പോയ സ്ഥലങ്ങളൊന്നുമല്ല, ഇത് പൊക്കിയെടുത്തേക്കുന്നതാണ്. മണ്ണായാലും കല്ലായാലും ഇട്ട് കോട്ട പണിതെടുത്തിരിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ നേരെ മുമ്പിൽ കാണുന്ന ഒരു വാച്ച് ടവറാട്ടോ, വാച്ച് ടവറാണ്. അപ്പോൾ ഈ വാച്ച് ടവറിൻ്റെ അടിയിൽ ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത് നെല്ലിപ്പലക ഉണ്ടെന്ന് അറിയാൻ സാധിച്ചത്. കാരണം ഒരടി താഴ്ന്നിട്ടില്ല, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കോട്ടഭിത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വൃത്താകൃതിയിലുള്ള അല്ലെങ്കിൽ കോണാകൃതിയിലുള്ള ഘടനയാണ് കോട്ടക്കൊത്തളം. അപ്പോൾ നിങ്ങളിത് പോസ് ചെയ്ത് വായിച്ചു നോക്കണം കേട്ടോ. ഇത് കോട്ടയുടെ സുരക്ഷയ്ക്കായി നിർമ്മിക്കുന്ന ഉയരമുള്ള ഭാഗമാണ്. അപ്പോൾ അവിടെ നിന്നിട്ടാണ് പീരങ്കി കൊണ്ട് ഇവർ അടുത്തുള്ള ആക്രമിക്കാൻ പറ്റുന്ന കപ്പലുകൾ തകർത്തിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കോട്ടക്കൊത്തളം എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ തന്നെ പടയാളികൾക്ക് താമസിക്കാൻ, പിന്നെ ഗൺ പൗഡർ സൂക്ഷിക്കാൻ, കാനൺ ബോൾസ്, അതായത് പീരങ്കി ഉണ്ടകൾ സൂക്ഷിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയുടെ സപ്പോർട്ടിങ് ആയിട്ടുള്ള ഏരിയകളായിരുന്നു. അതായത് കയറി പറ്റാതിരിക്കാൻ വേണ്ടി നല്ല പൊക്കത്തിലുള്ള മതിലും കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ അന്നത്തെ മനുഷ്യരുടെ പൊക്കം കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാം. ഞാനൊരു സ്കെൽട്ടൻ ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൽ നിന്നും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കാണുന്ന മരങ്ങളും കാര്യങ്ങളൊക്കെ പിന്നീട് വളർന്നത് ഇതാവാനാണ് ചാൻസ്. കാരണം ഇതിൻ്റെ അടിയിൽ ഇനിയും എക്സ്കവേഷന് കിടക്കുന്നുണ്ട്. കാരണം കുറച്ച് ഭാഗം എപ്പോഴും ഇവർ ഇത് ചെയ്തിട്ടുള്ളൂ, കുഴിച്ച് നോക്കിയിട്ടുള്ളൂ. ആ കുഴിച്ച് നോക്കിയ ഭാഗങ്ങളൊക്കെ ഇവർ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി കുഴിച്ച് നോക്കാനുണ്ട്. ഇപ്പോൾ ഒരുപാട് ഭാഗങ്ങൾ വലത്തേ വശത്ത് വീണടക്കുന്നത് കാണാം. അത് ഇതേപോലെ തന്നെ കോട്ടയുടെ ഒരു സൈഡാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട വാച്ച് ടവറില്ലേ, ഇതൊക്കെ വീണടക്കുന്നതാണ്. വാച്ച് ടവറിൻ്റെ അടിഭാഗത്ത് നെല്ലിപ്പലക എന്ന് പറയുക, അതിൽ എന്താ പറയുക, നമ്മുടെ വാളൻ പുളിയില്ലേ, ഇപ്പോൾ പുളിമരം അല്ലെങ്കിൽ നെല്ലിയുടെ പലക, ഈ ഒരു പലക ഉപയോഗിച്ചിട്ടാണ് നെല്ലിപ്പലക ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ദ്രവിക്കില്ല എന്ന് പറയുന്നത്. കാരണം ഇതൊരു ഇളകിയ പ്രദേശവും മണ്ണിളക്കമുള്ള പ്രദേശമാണ്. എന്നിട്ട് പോലും ഒരു തരി പോലും ക്ലോക്ക് ടവറിൻ്റെ ഭാഗങ്ങൾ ഇരുന്നിട്ടില്ല. അപ്പോൾ ഈ പടവ് ഞാൻ നേരത്തെ കാണിച്ച പടവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം, നമ്മളിപ്പോൾ ഒരുവിധം 30-40 വർഷം പഴക്കമുള്ള വീട് പോലും ഒരു സൈഡ് ഇരുന്നിട്ടൊക്കെ വിണ്ട് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും 500 വർഷമായിട്ടും ഈ ഒരു ചെങ്കല്ലിൽ ഇപ്പോൾ ഗ്രാവിറ്റി എന്നും കൂടി പറയാൻ പറ്റില്ല. കാരണം അത്രയും വലിയ ബലമൊന്നും മേലെ കൊടുത്തിട്ടൊന്നുമില്ല. ഒരു ചെങ്കല്ല് മാത്രമാണ് വെച്ച് പണിതിരിക്കുന്നത്. അതിങ്ങനെ നിലനിൽക്കണമെങ്കിൽ എത്രമാത്രം ഫോഴ്സ് ഉണ്ടാവും. ഇതൊരു ഫ്ലാഗ് പോസ്റ്റ് ആട്ടോ. ഇപ്പോൾ കൊടിമരം എന്ന് പറയില്ലേ, ഇത് 500 വർഷമൊന്നും പഴക്കമായിട്ടില്ല. ഇത് തിരുവിതാംകൂറിൻ്റെ കൊടിമരമാണ് ഈ കാണുന്നത്. ഇത് മരം മാത്രമേ ഉള്ളൂ, കൊടിയൊന്നുമില്ല. ഇപ്പോൾ ഇതിവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്ന റൂഫാണ് കേട്ടോ. കാരണം ഈ ഭാഗം ആദ്യം കംപ്ലീറ്റ് മൂടിക്കളഞ്ഞ ഭാഗമാണ് ഇത്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഫോട്ടോസ് ഇതിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ കംപ്ലീറ്റ് മൂടിക്കിടന്ന ഭാഗമാണ്. ഇവിടെ 3ഓളം പള്ളികളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 3ഓളം പള്ളികൾ. ഇത് ഉത്ഖനനത്തിൽ കിട്ടിയ സാധനങ്ങളെ ലിസ്റ്റാട്ടോ ഇത്. പീരങ്കി കൊണ്ട് 2 കഷ്ണമായത്, അത് മിക്കവാറും ടിപ്പു സുൽത്താൻ്റെ കാലത്തുള്ളതായിരിക്കുള്ളൂ. പിന്നെ ആണി കൊണ്ടുള്ള കളികളായിരുന്നു എന്നുകൊണ്ട് കംപ്ലീറ്റ്. കാരണം പല സൈസിലുള്ള ആണികൾ. ഇത് വേർതിരിച്ചെടുത്തിരിക്കുന്ന ഭാഗങ്ങളാട്ടോ. അപ്പോൾ ചതുരത്തിലുള്ള റൂമുകളുണ്ടായിരുന്നു. പിന്നെ കുരുമുളക് സൂക്ഷിക്കാനുള്ള ഏരിയകളുണ്ടായിരുന്നു. പിന്നെ ചൈന റോമൻ കാലഘട്ടത്തിലുള്ള പാത്രങ്ങൾ, ചൈനീസ് പാത്രങ്ങൾ, റോമൻ കാലഘട്ടത്തിലുള്ള പാത്രങ്ങൾ, ഡച്ച് കോയിൻ, പിന്നെ ഫ്ലിൻ്റ് എന്ന് പറയും. ഇപ്പോൾ തോക്കിൽ പണ്ട് സ്പാർക്ക് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന സ്റ്റോണാണ് ഫ്ലിൻ്റ് എന്ന് പറയുന്നത്. ഈ ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഉത്ഖനനത്തിൽ അവർ പുറത്തെടുത്ത ഏരിയാസ് ആട്ടോ. അത് ഒരുവിധം ഒക്കെ സംരക്ഷിച്ച് പോന്നിട്ടുണ്ട്. ചിലതൊക്കെ അവർ
മൂടിയിട്ടിട്ടുണ്ട്. അത് ഇനി അടുത്ത എക്സ്കവേഷനിൽ വീണ്ടും അവർ പുറത്തെടുക്കും. ഈ വിജാഗിരികളാണ് കാണുന്നത്, ഈ വാതിലിൻ്റെ വിജാഗിരി എന്ന് പറയില്ലേ, ആ വിജാഗിരി പലതും കിട്ടിയിട്ടുണ്ട്. ഇത് അവിടെ നിന്ന് കിട്ടിയ പാത്രങ്ങൾ, ഈ സെറാമിക് പാത്രങ്ങൾ, അങ്ങനത്തെ പാത്രങ്ങളുടെ ഭാഗങ്ങളാണിത്. പടിഞ്ഞാറ് ഏഷ്യയിൽ നിന്ന് ടർക്കോയിഡ് പോട്ടറി, അതായത് നമ്മുടെ പോട്ടുകളില്ലേ, പാത്രങ്ങൾ, അന്നത്തെ കാലത്ത് നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത സാധനങ്ങൾ നമ്മുടെ ആൾക്കാർക്ക്. പിന്നെ ടുബാക്കോ പൈപ്പ്, നമ്മുടെ പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഹലോ മിസ്റ്റർ പെരേര എന്ന് പറഞ്ഞ് വലിക്കുന്നത്, അതേപോലത്തെ പൈപ്പ്. സിഗരറ്റിൻ്റെ രീതിയിലുള്ള പൈപ്പുണ്ട്, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. സിഗരറ്റ് രീതിയിലുള്ള പൈപ്പുണ്ട്. ഇതൊക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആ കാണുന്ന കറുപ്പയും വെള്ളയായിട്ടുള്ള വടി ഒരളവാണ്, അത് ഒരടിയാണെന്ന് തോന്നുന്നു കേട്ടോ. അതായത് ഒരു വെള്ള ഒരടി, കറുപ്പ ഒരടി, അങ്ങനെ 2 അടി അങ്ങനെ കണക്കാക്കാനാണെന്ന് തോന്നുന്നു. അതിന് സെൻറ്റിമീറ്റർ ആണോന്ന് അറിയില്ല. അപ്പോൾ ഇവിടെയുള്ള വലിയ ഉദ്യോഗസ്ഥരാരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ അടുത്തുള്ള KKTM കോളേജിൽ നിന്ന് വന്നിരിക്കുന്ന ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികളാണ് ഉണ്ടായിരുന്നത് ഇവിടെ പരിചയപ്പെടുത്താനായിട്ട്. അപ്പോൾ മിക്കവാറും ഇത് ഒരടി ആയിരിക്കണം. അപ്പോൾ 1, 2, 3, 4 അടിയുള്ള പടവായിരിക്കണം. ചിലതിൽ സെൻറ്റിമീറ്റർ ആയിരിക്കും അളവ് രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് മനസ്സിലാവാനാണ് ഫോട്ടോയിൽ അവരത് വെക്കുന്നത്, ആ ഒരു ഭാഗം സൂക്ഷിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്, നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഭാഗത്താണ് കുരുമുളകും കാര്യങ്ങൾ. ഈ ഭാഗത്ത് കുരുമുളകല്ല, ഈ ഭാഗത്ത് പീരങ്കി ഉണ്ടകൾ, അതിന് വേണ്ട ഗൺ പൗഡർ, തോക്ക്, തിരകൾ, തിര എന്ന് പറയാൻ പറ്റില്ല, ഇന്നത്തെ കാലത്ത് തിരയല്ല, ഗൺ പൗഡർ ഉപയോഗിച്ചിട്ട് ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ ബോൾ അല്ലെങ്കിൽ കല്ലുകൊണ്ട് തന്നെ ചെത്തിണ്ടാക്കി ബോൾ ഇട്ടിട്ട് ഷൂട്ട് ചെയ്യുന്ന രീതിയായിരുന്നു. ഫ്ലിൻറ്റ് വെച്ചിട്ട് സ്പാർക്ക് ഉണ്ടാക്കിയിട്ട്. ഇവിടെ ഒരു വാതിലിൻ്റെ അവശിഷ്ടമാണ് വലത്തെ ഭാഗത്ത് കാണുന്നത്. ഇത് കത്തിയ വാതിലാണ്, തീ പിടിച്ചിട്ട് കത്തിയ വാതിൽ. അതുമ്പോൾ വിജാഗിരി ഇപ്പോഴും ഉണ്ട്. ഇതിൻ്റെ സൈഡിൽ അത് കിട്ടിയ ഏരിയയാണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ പോസ് ചെയ്തിട്ട് വായിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു മുറി കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ആ മുറിയുടെ വാതിൽ, അപ്പോൾ ചിലപ്പോൾ പുറത്തതായിരിക്കാം, ചതുരാകൃതിയുള്ള മുറി. മറ്റ് കെട്ടിട അവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു. അപ്പോൾ 400 കിലോ വരുന്ന ഇരുമ്പ് കഷ്ണങ്ങളും ഇരുമ്പ് ഇതൊക്കെ കിട്ടിയിരുന്നു. മറ്റേ കീടൻ സ്ലാങ് എന്ന് പറയില്ലേ, അതൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അത് മിക്കവാറും സുൽത്താൻ്റെ പീരങ്കി ആക്രമണത്തിൽ തകർന്നതായിരിക്കണം. ഇവിടെ തന്നെ ഒരുപാട് അവശേഷങ്ങൾ ഇപ്പോഴും കാണാം. മിക്കതും ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോഴും നിർത്തിയിരിക്കുന്നത് തിരുവിതാംകൂറിൻ്റെ കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊരു ക്ലോക്ക് ടവറിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇനിയുണ്ട്, കാരണം ഉള്ളിലെ കാര്യങ്ങൾ ഇനിയും മണ്ണ് മാറ്റാനുണ്ട്. കാരണം പടയാളികൾ അതിൻ്റെ ഉള്ളിലാണ് ഇത് ചെയ്തിരുന്നത്, സ്റ്റേ ചെയ്തിരുന്നത് അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇതൊക്കെ മറച്ചിരുന്ന ഭാഗമാണ്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഞാൻ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ഒരു 10-22 വർഷം മുമ്പ്. ആ ടൈം 22-23 വർഷം മുമ്പ്. ആ ടൈമിൽ ചില ആളുകൾ ഇവിടുന്ന് കല്ലുകൾ എടുത്തുകൊണ്ട് പോയിരുന്നു വീട് പണിയാനായിട്ട്. എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ കുറേ ആൾക്കാർ കഞ്ചാവ് പിടിക്കാൻ വന്നിരിക്കുമായിരുന്നു. ഇത് ഇങ്ങനെയൊക്കെ ആയപ്പോഴാണ് സംരക്ഷിക്കപ്പെട്ട് തുടങ്ങിയത്. ഇതും പോസ് ചെയ്ത് വായിക്കണം കേട്ടോ. കാരണം ഡച്ച് കാലഘട്ടത്തിലുള്ള ഈ ഹാൾ ദീർഘചതുരാകൃതിയിലുള്ളതാണ്. ഹാളിൻ്റെ മധ്യത്തിൽ ഒരു പടിക്കെട്ടും അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹോള് കണക്കാക്കിയിരിക്കുന്നത് ഇതാണ്, നമ്മുടെ കുരുമുളകും ട്രേഡിങ്ങിനുള്ള സാധനങ്ങൾ സൂക്ഷിക്കുക. ഏകദേശം 3000 കിലോ കുരുമുളക് വരെ ഒരു സീസണിൽ ഇവിടുന്ന് ട്രേഡ് ചെയ്യപ്പെട്ടിരുന്നതാണ് കണക്കാക്കുന്നത്. 3000 കിലോ കുരുമുളക് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന മേലെയുള്ള ബീമും കാര്യങ്ങളൊക്കെ വെച്ചിരുന്ന സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രാങ്കനോ ഫോർട്ട് ബിൽറ്റ് ബൈ ദ പോർട്ടുഗീസ് അബൌട്ട് AD 1503 നിർമ്മിച്ചാണെന്ന് കണക്കൂട്ടിയിട്ടുണ്ട്. കണക്കൂട്ടിയതല്ല, ഇത് കറക്റ്റ് കണക്കാട്ടോ, അല്ലാണ്ട് ഇത് നമ്മൾ സ്റ്റോറി പറയുന്ന കൂട്ടൊന്നുമല്ല. ഇത് കറക്റ്റ് രേഖകളുള്ളതാണ്. പോർച്ചുഗീസ്, നെതർലാൻഡ്സ് രേഖകളുള്ളതാണ്, ബ്രിട്ടീഷ് രേഖകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ നേരെ കാണുന്ന ദീർഘചതുരാകൃതിയിലുള്ളിടത്ത് കുരുമുളകും കാര്യങ്ങളും ഇഞ്ചി ഇതൊക്കെ സൂക്ഷിച്ചിരുന്നതാണ്. ഇവിടെ വീണ്ടും അത് കിട്ടിയ പൈപ്പ്, നമ്മുടെ പുക വരിക്കുന്ന പൈപ്പ് എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എന്നാലും മാക്സിമം പോസ് ചെയ്താൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. സീലൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ പൈപ്പും വന്ന്, അതാണ് ഏറ്റവും വലിയ രസം. ഈ പുക വലിക്കുന്ന പൈപ്പിൻ്റെ അടിയിലായിട്ട് സീല്, അന്നത്തെ കാലത്ത് അത് നിർമ്മിച്ച ആളുടെ സീല്. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞിട്ടുള്ള ഡച്ചുകാരെന്നാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. കാരണം ഡച്ചിലും ബ്രിട്ടനിലൊക്കെ നിർമ്മിക്കുന്നത് വ്യത്യസ്തമായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലിൻറ്റ് എന്ന് പറയുന്നത്. 1600 CE നിർമ്മിച്ച തോക്കിൽ തീപ്പൊരി ഉണ്ടാക്കുന്നതിനുള്ള ഉപകരണമാണ് ഗൺ ഫ്ലിൻറ്റുകൾ. ഫ്രഞ്ചുകാർ നിർമ്മിക്കുന്ന ഫ്ലിൻറ്റുകൾക്ക് തേൻ മഞ്ഞ നിറമാണ്. ഇനി ഡച്ചുകാരാണെങ്കിൽ D ഷേപ്പായിരിക്കും. ഇതാണ് തിരിച്ചറിയാനുള്ളത്. അപ്പം ഞാൻ ചെന്ന സമയത്ത് കുറച്ച് സ്കൂൾ കുട്ടികളും കൂടി വന്നിരുന്നു കേട്ടോ, ടൂർ സംബന്ധമായിട്ട് വന്നിരുന്നു. അപ്പോൾ ഇത് പീരങ്കി ഉണ്ടയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കേട് പറ്റാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ദിവസമായിട്ടുണ്ട് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് മഴയിട്ട് മടങ്ങിപ്പോടിയും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പീരങ്കി ഉണ്ട മിക്കവാറും സുൽത്താൻ ആക്രമണത്തിൽ വന്ന പീരങ്കി ഉണ്ട തന്നെ ആയിരിക്കുള്ളൂ.
ഇവിടെ ഇത് എക്സ്കവേറ്റ് ചെയ്ത ടൈമിൽ ഉള്ള ഏകദേശം രൂപം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ നേരെ കാണുന്നത് ഇപ്പം അതിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇത് ഒരു മനുഷ്യൻ്റെ അസ്ഥികൂടമാണ്. 1 2 3 4, അപ്പോൾ ഏകദേശം 4 അടി അല്ലെങ്കിൽ 4.5 അടി പൊക്കം. അപ്പോൾ ഇവർ കണക്ക് കൂട്ടിയിരിക്കുന്നത് 20 വയസ്സുള്ള ഒരു യുവത്വത്തിലോട്ട് കടന്ന ഒരാളുടെ അസ്ഥികൂടം എന്നാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരുവിധം കേടുകൂടാതെ ലഭിച്ചിരുന്നത്, പക്ഷെ നമുക്കിപ്പോൾ അത് കേടുകൂടാതെ കാണാൻ പറ്റില്ല. കാരണം ഇത് മണ്ണിൻ്റെ അടിയിൽ നിന്ന് എടുത്ത് ഓക്സിജനുമായി സമ്പർക്കം വന്ന വശം ഇത് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ണാമ്പൊക്കെ പൊടിയില്ലേ, അതേപോലെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഈ മതിലുമുള്ള ആ ഹോളുകൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ബീം വെച്ചിരുന്ന ഹോളുകളാണ്. ബീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂഫിങ് അതിനുള്ള ബീമുകൾ. അപ്പോൾ ഇത് പറയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മരങ്ങളാണ് ബീമുകളായിട്ട് ഉപയോഗിച്ചിരുന്നത്. മാത്രമല്ല ആ മേലെ നിന്നുള്ള വെള്ളം പോകാനായിട്ട് ചെങ്കല്ല് കൊണ്ട് തന്നെ ഇവരൊരു പാത്തി പണിത് പുഴയിലോട്ട് വെച്ചിരുന്നു. ക്ലോക്ക് ടവറിൻ്റെ സൈഡിൽ നിന്ന് പുഴയിലോട്ട് അവർ കൊണ്ടുപോയിരുന്നു. അതിൻ്റെ അവശേഷം കിട്ടിയിട്ടുണ്ട്. നേരത്തെ കാണിച്ച സ്കെൽട്ടൻ്റെ പല്ല് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. പല്ല് അവിടെ കിടപ്പുണ്ടായിരുന്നു. ഇതൊക്കെ തലയോട്, വാരിയല്, ഇതിൻ്റെയൊക്കെ കഷ്ണങ്ങളാണ് ഈ കിടക്കുന്നത്. അപ്പോൾ പല്ല് മാത്രമാണ് എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഇത് ടീത്ത് തന്നെ. പക്ഷേ പല്ലിൻ്റെ ഏകദേശം വലിപ്പം, ഇടുപ്പല്ലിൻ്റെ ഘടന പുരുഷൻ്റെ ആയിരുന്നു ഓൾറെഡി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇടുപ്പല്ലിൻ്റെ ഘടനയൊക്കെ വെച്ചിട്ട് 20 വയസ്സുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ചിലപ്പോൾ നമ്മുടെ വിവരമില്ലായ്കയായിരിക്കാം. 20 വയസ്സ് വരാൻ ചാൻസ് ഇല്ല. കൂടി വന്നാൽ ഒരു 16 വയസ്സ്, 16നും ഒരു 18നും ഇടയിലുള്ള ഒരു ആൺകുട്ടി ആയിരിക്കണം. പക്ഷെ അന്ന് ആൺകുട്ടി എന്നൊന്നുമില്ല. ഇന്നാണ് അത് ആൺകുട്ടികൾ കടത്തിപ്പെടുത്തുന്നത്. അന്ന് യോദ്ധാക്കളൊക്കെ ഏകദേശം 18 വയസ്സും 16 വയസ്സും പ്രായമുള്ള കുട്ടികൾ തന്നെ ആയിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ അന്നത്തെ യുവാക്കൾ ആയിരുന്നു. ഇന്നാണല്ലോ ഏകദേശം ഇപ്പോഴും കുട്ടികളായിട്ട് തന്നെ ഇരിക്കുന്നത്. അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിന് ആളുകളെ കിട്ടാനുള്ളതായിരുന്നു. ഈ പടിക്കെട്ടിൻ്റെ അടിയിലൊക്കെ ഇതിൻ്റെ അടുത്തു നിന്നാണ് നമുക്ക് ഇവർ കിട്ടുന്നത്, ഈ ഒരു സെമിത്തേരി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ പോർച്ചുഗീസുകാരൻ്റെയാണ് ആ ബോഡി. കാരണം ഡച്ചുകാരെടുത്തിട്ട് ഇതൊന്ന് റിനോവേറ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് ആ ഭാഗമൊക്കെ മണ്ണിനടിയിലായിപ്പോയി. കാരണം രണ്ട് സ്ഥലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 2 പാർട്ടീഷനായിട്ട് തിരിച്ച ഭാഗത്തു നിന്നാണ് ആ ഒരു സ്കെൽട്ടൻ കിട്ടുന്നത്. അപ്പോൾ ആ സ്കെൽട്ടൻ കിട്ടിയ സ്ഥലവും കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. അപ്പം ഞാനിവിടെ ഈ ഒരു ഭാഗം മുമ്പ് വന്നപ്പോൾ ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല. എന്തായാലും ഇവിടെ കൊടുത്ത കാശ് മുതലായി എനിക്കൊരു 20 രൂപ ഇവിടുന്ന് കളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നോക്കിയാൽ ചുറ്റുപാട് ആളൊന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ നേരെ പോവുകയാണ്. ഈ ഒരു 20 രൂപ എനിക്ക് ഇവിടെ നിലത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കാശ് എന്തായാലും, ഇവിടെ കൊടുത്ത കാശ് എന്തായാലും നമുക്ക് തിരിച്ച് കിട്ടി. 10 രൂപ കൂടുതൽ കിട്ടി. 10 രൂപയുടെ ടിക്കറ്റിന്. ഇവിടെ നമുക്ക് നോക്കിയാൽ കോട്ടപ്പുറം ഉത്ഖനന പ്രക്രിയയിൽ ചിത്രങ്ങൾ കാണാം. ഇവരാദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോട്ടയുടെ ഒരു ഘടന മനസ്സിലാക്കാൻ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഇവർ ട്രെഞ്ച് കുഴിക്കുകയാണ് ചെയ്തത്. നല്ല താഴ്ചയുള്ള ട്രെഞ്ചായിരുന്നു. അത് കുഴിച്ചിട്ടാണ് ഇവർ മണ്ണിൻ്റെ ഘടന കാര്യങ്ങളൊക്കെ കണ്ടെത്തിയത്. കണ്ടില്ലേ? നിങ്ങൾ ഈ താഴത്തെ പിക്ചർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ഇളം കളറുള്ള മണ്ണും മേലെ കടും ചുവപ്പുള്ള മണ്ണും, അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. പിന്നെ ചെങ്കല്ലിൻ്റെ ഒരു ഘടന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും ചെയ്തിട്ടുണ്ട്. ഇത് പോസ് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വായിച്ചെടുക്കാം കേട്ടോ. 4x4 മീറ്റർ അളവിലുള്ള ഒരു ട്രെഞ്ച് എടുക്കുന്നു. ഈ സ്ഥലം വരെയുള്ള മണ്ണിൻ്റെ ഉയരം 8.8 മീറ്ററാണ് താഴ്ച കേട്ടോ. അപ്പോൾ വ്യത്യസ്തമായ മണ്ണിൻ്റെ ലെയറുകൾ ലഭിച്ചത്. അപ്പോൾ അതിന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പോർട്ടുഗീസുകാരെ കയ്യിൽ നിന്നും ഡച്ചുകാർ വാങ്ങിക്കുകയല്ല ചെയ്ത്, യുദ്ധത്തിൽ പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കേടുപാട് പറ്റിയിട്ടുണ്ടാകും. അങ്ങനെ അവരൊന്ന് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി മണ്ണിടലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പീരങ്കി ഉണ്ടയുടെ അവശിഷ്ടം, അവിടെ നിന്ന് വെച്ച പോട്ട്, മറ്റേ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം, ഭക്ഷണം വിളമ്പുന്ന പാത്രങ്ങളുടെ അവശിഷ്ടം കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ അതുകൂടാതെ ഒരു കുറച്ച് പ്രതിമകൾ പോലത്തെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ചിലപ്പോൾ കുട്ടികളെ കളിച്ചിരുന്ന സാധനങ്ങളായിരിക്കും അന്ന്. പ്രതിമകളുടെ ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോട്ടപ്പുറത്തേക്ക് നിന്ന് കിട്ടിയ പാത്രങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതും പോസ് ചെയ്താൽ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ലെയറായിട്ട് മണ്ണ് കാണുന്നതിൻ്റെ കാരണം പറയുന്നത് പോർച്ചുഗീസുകാരെ കയ്യിൽ നിന്ന് ഡച്ചുകാരെ പിടിച്ചിട്ടുള്ള സമയത്ത് ഒന്ന് റിനോവേറ്റ് ചെയ്ത് ആ സമയത്ത് സെമിത്തേരിയൊക്കെ അടിയിലായി പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ സെമിത്തേരി അടിയിലായി, പള്ളി കാര്യങ്ങളൊക്കെ 2-3 പള്ളി ഉണ്ടായത് ഒറ്റ പള്ളിയാക്കി. അതിനുശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇവർ ട്രേഡിങ്ങിനുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു. പോർച്ചുഗീസുകാർ മെയിൻ ട്രേഡിങ്ങിനായിരുന്നില്ല, അവരിത് ആക്രമിച്ച് കീഴ്പ്പെടുത്തും, വേറെ ആളുകൾ വരുമ്പോൾ ആക്രമിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോർച്ചുഗീസുകാർ മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അവർ ട്രേഡിങ്ങിനായിട്ട് പിന്നെയും
ചന്ത കാര്യങ്ങളൊക്കെയാണ് ആശ്രയിച്ചിരുന്നത്. ഇതിനോട് ചേർന്നിട്ടുള്ള വേറെ ഏരിയയിലാണ് ഇവർ ലോഡും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നത്. മാക്സിമം ഒരു ചെറിയ സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പോർച്ചുഗീസുകാർ ചെയ്തത്. ഡച്ചുകാർ ഈ കോട്ട മൊത്തമായിട്ടും ട്രേഡിങ്ങിനാണ് ഉപയോഗിച്ചിരുന്നത്. ക്ലോക്ക് ടവറും കാര്യങ്ങളും മാത്രം ആക്രമിക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിച്ചുള്ളൂ. അതിന് ശേഷമാണ് നമ്മുടെ തിരുവിതാംകൂർ കാശ് കൊടുത്ത് വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇതും പോസ് ചെയ്ത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. തറയോട്, കമിഴ്ത്തോട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഈ തറയോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാം അങ്ങനത്തെ ക്ലേ ടൈലുകൾ നമുക്ക് കാണാം. അത് താഴെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും കിട്ടിയ തറയോടുകളും കാര്യങ്ങളും. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ആ സമയത്ത് പിന്നെ വന്ന് ടിപ്പു സുൽത്താൻ വലിയ കാര്യത്തിൽ ഉപയോഗിക്കാനൊന്നും നിന്നിട്ടില്ല ഇത്. കാരണം ശ്രീരംഗപട്ടണത്ത് യുദ്ധം തുടങ്ങിയപ്പോൾ പുള്ളിക്കാരൻ പൊളിച്ചടക്കിയിട്ട് പുള്ളിക്കാരൻ തിരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഉപയോഗിക്കാനൊന്നും നിന്നിട്ടില്ല. അതിന് ശേഷമാണ് ഇത് ഒരു പുരാവസ്തുവായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. ഇത് വിജാഗിരിയും കാര്യങ്ങളുമാണ്. ഒരു കൊളുത്തുണ്ട്, മച്ചിൽ കൊളുത്തിടുന്ന രീതിയിലുള്ള കൊളുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് തന്നെ ഏകദേശം നിങ്ങൾ ഈ വലത്തെ ഭാഗത്ത് കാണുന്ന കൊളുത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും തൂക്കിടാൻ ഉപയോഗിച്ചതായിരിക്കണം, വിളക്കുകളും കാര്യങ്ങളൊക്കെ തൂക്കിടാൻ ഉപയോഗിച്ചതായിരിക്കണം. നമ്മൾ വീണ്ടും ആ റൂഫിൻ്റെ ആ ഭാഗത്ത് കാണാൻ പോകുന്നത്. ഇവിടെ 2 സ്ഥലങ്ങളിലായിട്ടാണ് റൂഫിങ് ചെയ്തിരിക്കുന്നത്. ഈ 2 സ്ഥലങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള രീതിയിൽ തന്നെയാണ് അവർ റൂഫിങ് ചെയ്തിരിക്കുന്നത്. മഴ കനത്താൽ തന്നെ ഒരുവിധം വെള്ളം കയറാതിരിക്കാനുള്ള രീതിയിൽ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒലിച്ചിറങ്ങാതിരിക്കാനുള്ള രീതിയിൽ. ഇത് ഒരുപാട് കാലഘട്ടം എന്താ പറയുക നശിക്കപ്പെട്ട് കിടന്ന കോട്ടയാണ് കേട്ടോ. 909 തിരുവിതാംകൂർ ഏറ്റെടുത്തെങ്കിലും ഏകദേശം വലിയ നോട്ടവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സംരക്ഷിച്ച് പോകുന്ന ഒരു സ്ഥലമൊന്നും ആയിരുന്നില്ല സംരക്ഷിക്കുന്നത്. ഇപ്പോൾ മാത്രമാണ് സംരക്ഷിക്കുന്നത്. പണ്ട് വലിയ സംരക്ഷണവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഇവിടെ ചെല്ലുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നശിക്കപ്പെട്ട് കിടന്ന കോട്ടയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഉദ്ഘാടനത്തിന് മുമ്പും അതിന് ശേഷമുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇടതുവശത്തുള്ള മുമ്പ്, വലതുവശത്തുള്ള ശേഷം. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ചെല്ലുമ്പോൾ ഇതിലും മോശമായിരുന്നു അവസ്ഥ. വെറും കാട് പിടിച്ചും കാര്യങ്ങളും. അപ്പോൾ ഒരു കോട്ടയുണ്ടെന്ന് പറയുന്നത് നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ കോമഡി ആയിരുന്നു. എന്താ പറയുക, ഒരുപാട് കൽക്കെട്ടുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഇവിടെ നിന്നും അടിയിലൂടെ, ഈ പുഴയ്ക്കടിയിലൂടെ പള്ളിപ്പുറം കോട്ടയിലോട്ട് ഒരു തുരങ്കമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതിന് എത്രമാത്രം ആധികാരികത ഉണ്ടെന്ന് നമുക്കറിയില്ല. എക്സ്കവേഷൻ ചെയ്ത ഭാഗം വലത്തുവശം നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഈ കൃഷ്ണൻ കോട്ടയിലേക്കും പള്ളിപ്പുറം കോട്ടയിലേക്കും 2 തുരങ്കങ്ങൾ വീതം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ, ഇപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്ന 2002, 2001 കാലഘട്ടത്തിൽ, ആ ടൈമിൽ നമ്മൾ കേട്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇടത്തെ വശത്ത് കാണുന്ന ഒരു കണ്ടില്ലേ, ഒരു കൊത്തളം, അതിൻ്റെ ഇപ്പുറത്ത് തന്നെ അത് എക്സ്കവേറ്റ് ചെയ്ത് വൃത്തിയാക്കിയത് കാണാം. അതുപോലുള്ളൊരു ഹോളിലോട്ട് ഒരു പശു ഇറങ്ങിപ്പോയിട്ട് പിന്നീട് വന്നില്ല എന്നൊക്കെയാണ് കഥ. അത് എത്രമാത്രം അന്നത്തെ കഥകളല്ലേ, അത് പകുതിയെ നമ്പാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പശു ഇറങ്ങിപ്പോയി, അതിനുശേഷം ആ പശുവിനാരും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം ആളുകൾ കൊണ്ടുവന്ന് കല്ലിടിച്ച് അതിൻ്റെ അകത്ത് ഇടുകയാണ് ചെയ്തത്. ചെറിയൊരു ഹോളും കാര്യങ്ങളൊക്കെ ഹോളുണ്ടായിരുന്നു. ആ ഹോള് ഒരു തുരങ്കമായിരുന്നു എന്ന് പറയപ്പെടുന്നത്. ഇനി നമ്മൾ നേരത്തെ കണ്ട അസ്ഥികൂടത്തിൻ്റെ ഉദ്ഖനനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. അപ്പോൾ അതെങ്ങനെ എവിടെ നിന്ന് കിട്ടി, അതിന് എക്സ്പെർട്ടായിട്ടുള്ള ഒരാൾ രാജസ്ഥാനിൽ നിന്ന് വന്നിട്ടാണ് അത് പുറത്തെടുത്തിട്ടുള്ളത്. അതായത് ആ സെമിത്തേരിയുടെ അടിയിൽ അടക്കിയ രീതിയിൽ ആ കല്ലോട് കൂടി, അപ്പോൾ ആ തറ നേരെയുള്ളൊരു കല്ലാക്കി കൊത്തിയെടുത്തിട്ട് ആ കല്ല് പൊക്കിയിട്ടാണ് ഇപ്പോൾ കാണുന്ന രീതിയിൽ അവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു പെട്ടിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് അതിൻ്റെ ചുറ്റും, അപ്പോൾ പക്ഷേ ഇന്ന് പിള്ളേർക്ക് അത്ര കാര്യമായിട്ട് അറിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. അവരോട് ഞാൻ ചോദിച്ചു, പണ്ട് അപ്പോൾ ഇതുണ്ടായില്ല, ശവപ്പെട്ടി ഉണ്ടായില്ലേന്ന്. അപ്പോൾ അവർക്ക് വലിയ കാര്യമായിട്ട് അറിയില്ലായിരുന്നു. അവർ ചുറ്റും ബീഡിങ്ങൊക്കെ ഇവർ ചെയ്തു എന്നാണ് പറഞ്ഞത്. പക്ഷേ അതായിരുന്നില്ല. ഇതിപ്പോൾ നമുക്ക് കാണാം, പ്ലാസ്റ്റർ ഓഫ് പാരീസോ അങ്ങനെ എന്തോ മെറ്റീരിയൽ ഉപയോഗിച്ച് അവർ ചുറ്റും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കാണാം. അതിനുശേഷം ആ ഭാഗം പ്രത്യേകം സൂക്ഷിച്ച് അവർ മാറ്റിയിട്ടുണ്ട്. അതിനോട് അടുത്ത സ്ഥലങ്ങളിലാണ് ഇനി എക്സ്കവേഷൻ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ട്രെഞ്ച്, നേരത്തെ പറഞ്ഞ 4x4 ആ ട്രെഞ്ചാണ് കേട്ടോ ഈ കാണുന്നത്. ഇത്രയും ആഴത്തിലാണ് അവർ കുഴിച്ച് മണ്ണിൻ്റെ ലെയർ പരിശോധിച്ച്. അപ്പോൾ ഇവിടെ കാണാം ചേച്ചിമാരൊക്കെ അരിക്കുന്നതൊക്കെ കാണാം. ഈ അരിക്കുന്നത് കോയിൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്നാണ് ഫ്ലിൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് കോട്ടയുടെ എതിർവശത്തേക്കാണ്. എതിർവശത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹൈറ്റുള്ളൊരു ഏരിയ, അത്രയേ ഉള്ളൂ, വേറൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ നോക്കിയാൽ കാണാം ഇപ്പോൾ കുറച്ച് വൃത്തിയുണ്ട്. അപ്പോൾ ഈ കോട്ടയിൽ മെയിൻ ആൾക്കാർ വരുന്നത് ചരിത്രാന്വേഷികൾ മാത്രമല്ല, ഫാമിലിയായിട്ടൊക്കെ ആദ്യം ആൾക്കാർ വന്നിരുന്നു. അപ്പോൾ മുസിരിസ് പ്രൊജക്റ്റിൻ്റെ ഭാഗമാക്കിയ പിന്നെ നല്ല വൃത്തിക്ക്, നല്ല എന്താ പറയുക, കസേരയല്ല മറ്റേ കരിങ്കല്ലിൻ്റെ ഇരിപ്പിടം കാര്യങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ വരുന്നത് കമിതാക്കളാണ്.
അപ്പോൾ ഫാമിലിയായിട്ട് പോരുന്ന സമയത്ത് ചില സമയം ഫാമിലിയായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തൊന്നുമില്ല. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ആ കാഴ്ച കണ്ടാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഫാമിലിയായിട്ടിരുന്ന് കാണാൻ കൊള്ളാത്ത കാഴ്ചകളാണ്. കമിതാക്കൾ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒളിയും മറയൊന്നുമില്ല, ഒരു ബോധവും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഇത് പോലീസിനോട് ഇത് ആവശ്യപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം പോലീസിന് പുരാവസ്തു വകുപ്പിൻ്റെ ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നതിന് കുറച്ച് പരിമിതികളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടില്ലേ ഈ കൽപ്പടവ്, ഇതിൻ്റെ അകത്ത് ഒരു കൽപ്പടവ്, ഈ ഒരു കൽപ്പടവ് ഇപ്പോൾ അവരുണ്ടാക്കിയിരിക്കുന്നതാണ് അത് ഇറങ്ങാൻ വേണ്ടി. കാരണം ആദ്യത്തെ കൽപ്പടവിലൂടെയൊക്കെ പണ്ട് ഇറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സാഹസമായിരുന്നു പണ്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് തുരങ്കത്തിൻ്റെ ഒരു പാത ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നത്, ഈ ഭാഗത്തും. അതിനുശേഷം ആളുകളൊന്ന് കല്ലും കാര്യങ്ങളൊക്കെ ഇടിച്ചിട്ട്, ഇത് ഗൺ പൗഡർ കാര്യങ്ങൾ സൂക്ഷിച്ച സ്ഥലമാണ്. ഇവിടെ നിന്നും തുരങ്കത്തിലോട്ട് ഇപ്പോൾ ഈ നേരത്തെ ഇപ്പം തന്നെ കാണിച്ചില്ലേ, അതിലോട്ടൊരു ചെറിയൊരു എൻട്രൻസ് പോലെ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ പണ്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എൻ്റെ ചെറുപ്പത്തിൽ വരുമ്പോൾ ഇതിനൊന്നും ഈ താഴ്ചയല്ല, നല്ല താഴ്ചയാണ്. കാരണം നമ്മൾ കൂട്ടുകാരൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ തള്ളിറിഞ്ഞിട്ടൊക്കെ കാണിക്കും തമാശയ്ക്ക്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് പുല്ല് വളർന്ന് നിൽക്കുമായിരുന്നു. ഇപ്പോൾ റൂഫിങ്ങും കാര്യങ്ങളും വന്നു, അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ പുല്ല് വളരാത്തത്. ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരുപാട് താഴ്ചയും കാര്യങ്ങളും വലതുവശത്ത് കാണാം. വലതുവശത്ത് നോക്കിയാൽ കാണാം. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന സൈഡിൽ വലതുവശത്ത് ഇത് കണ്ടില്ലേ, ആ ഹോൾ ഏകദേശം ഉണ്ടായിരുന്ന ഹോളാണ്. ആ ഹോള് ഇവിടം വരെ നീണ്ടിരുന്നു എന്നൊക്കെയാണ് അന്ന് പറയപ്പെട്ടിരുന്നത്. അതിൻ്റെ ആധികാരികത മുസ്ലിംസുകാർ തന്നെ എന്താ പറയുക, ഇനി എക്സ്കവേഷനിൽ കണ്ടെത്തണം. ഇത് ഈ ഒരു പടി അവർ പിന്നീട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ ചെറിയൊരു ഇഷ്ടിക കണ്ടില്ലേ, ചുട്ട ഇഷ്ടിക എന്നൊക്കെ പറയില്ലേ, ചുട്ട ഇഷ്ടികയൊക്കെ ഏകദേശം ഈ തിരുവിതാംകൂറിൻ്റെ കാലത്ത് വെച്ച് അവരൊന്ന് റിനോവേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് ആയിരിക്കണം. കാരണം അതിൻ്റെ മേലെ ചെങ്കലിൻ്റെ മേലെയിട്ടും പിന്നെ ചെങ്കലിൻ്റെ പാച്ചായിട്ടാണ് കാണപ്പെടുന്നത്. ഈ ഇത്തിൾ കണ്ടില്ലേ, ഈ ഇത്തിളിനും ഈ 500 വർഷം തന്നെ പഴക്കമുണ്ട് കേട്ടോ. അത്രയും വർഷം പഴക്കമുള്ള ഇത്തിൾ തന്നെ ആയിരിക്കണത്. കാരണം ഒട്ടുമിക്കവാറും സ്ഥലത്ത് കാണുന്നത്, സുർക്കി മിശ്രത്തിൽ കാണുന്ന ഇതും ഇത്തിളും ഇത് തന്നെയാണ് കാണുന്നത്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യങ്ങളിലോട്ട് ഒന്നും കൂടിയും വരാം. അപ്പോൾ ഇതേപോലെയുള്ള ചരിത്ര സ്മാരകങ്ങളിൽ വരുന്ന ആളുകൾ, അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഇപ്പോൾ ആരെങ്കിലും ബന്ധപ്പെട്ടവർ കാണുകയാണെങ്കിൽ ഫാമിലിയായിട്ട് വരാൻ പറ്റിയൊരു ഏരിയയും കൂടി ആയിട്ട് പോലും ഫാമിലിയായിട്ട് വരുന്നത് കുറയ്ക്കുന്നത് ഇങ്ങനത്തെ കാഴ്ചകൾ. കമിതാക്കൾ വന്നിട്ട് ആവശ്യമില്ലാത്ത കാഴ്ചകളെല്ലാം നമ്മൾ കാണേണ്ടി വരും. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു നാണം പോലും അറ്റങ്ങൾക്ക് ഇല്ല കേട്ടോ. ആ ഒരു കാര്യം എടുത്ത് പറയേണ്ടതാണ്. ആ ഒരു നാണം പോലും ഇല്ല. അറ്റങ്ങളെ പ്രവൃത്തിയിൽ തുറന്നുകൊണ്ടേയിരിക്കും. ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും പല ഏരിയയും ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ ഇതിൽ കാണുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്ത് അവരെ പ്രൈവസി പോകണത് ഈ സീറ്റാണ് മെയിനായിട്ട്. അപ്പോൾ ഞാനിവിടെ വന്ന ഒരു മാഡത്തിനോട്, ഇവിടെ ഇരുന്ന മാഡത്തിനോട് പറഞ്ഞു. അപ്പോൾ മാഡം പറഞ്ഞു വെച്ചാൽ 2-3 തവണ മാഡം പറഞ്ഞു ആളുകളോട്. പക്ഷേ അവർ പോയി മുസ്ലിംസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് മുസ്ലിംസാർ ആ മാഡത്തിനോട് ചോദിച്ചു എന്ന് പറയുന്ന ആളുകളോട് മാന്യമായിട്ട് പെരുമാറാൻ. പക്ഷേ കാഴ്ചകൾ നമ്മളും കാണുന്നതാണ്. അത് എല്ലാവർക്കും കണ്ടെടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം എല്ലാവർക്കും അവകാശമുണ്ടല്ലോ. അപ്പോൾ എനിക്കും അവകാശമുണ്ട് ഇതേപോലത്തുള്ള ചരിത്ര സ്മാരകത്തിൽ വന്നിട്ട് മാന്യമായിട്ട് നടക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളടുത്ത് വന്നിരിക്കുമ്പോൾ, ഇപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല, അവരെന്തെങ്കിലും കാണിച്ചോട്ടെ. നമ്മൾ ഭാര്യ കുട്ടികളായിട്ടൊക്കെ വന്നിരിക്കുന്ന സമയത്ത് പോലും ഇവർക്കൊരു മാറ്റവും കാര്യങ്ങളും ഉണ്ടാവാറില്ല. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് നമുക്ക് മഴ കിട്ടിയായിരുന്നു. അങ്ങനെ നല്ല മഴ തന്നെ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ നേരം കുറച്ച് നേരം ഞാൻ ക്യാമറ ഓഫ് ചെയ്തിരുന്നു. നിങ്ങൾ വലതുവശത്ത് കാണുന്ന പോലത്തെ മരമുത്തശ്ശിയാണ്. നല്ല പ്രായമുള്ള മരമാണ്. ഏകദേശം 100 വർഷത്തിൽ പുറത്ത് പ്രായമുള്ള മരമാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ബെഞ്ചിലൊക്കെ നമുക്ക് വന്നിരിക്കാവുന്നതാണ്. ഒരുപാട് ആളുകൾ വീക്കെൻഡിൽ വരും. വീക്കെൻഡിൽ വന്നാലാണ് ഇവിടെ രസമുള്ളൂ. വേറെ ഇതൊന്നും വലിയ രസമൊന്നുമില്ല. ഒരു ഉച്ച കഴിയുമ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റ് ഏറ്റിരിക്കാം, ഒരു ശല്യം ഇല്ലാതെ. ഇതാണ് ഞാൻ പറഞ്ഞ മരമുത്തശ്ശി. ഏകദേശം ഒരുവിധം നല്ല പഴക്കം തന്നെയുണ്ട്. അപ്പോൾ വേലിയർക്കൊരു ഞാൻ വന്ന സമയത്ത് അപ്പോൾ ഈ കുറച്ചീശ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കോട്ടയുടെ അവശിഷ്ടം തന്നെ ഞാനിപ്പോൾ ചവിട്ടിയതും. അപ്പോൾ ഈ ഭാഗത്തൊക്കെ എക്സ്കവേഷൻ ബാക്കി കിടപ്പുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ, ഇപ്പോൾ ഇവിടെയൊക്കെ കുഴിച്ച് വരുമ്പോൾ അറിയാം ഇവിടെയൊക്കെ എന്തായിരുന്നു. ഏകദേശം സമുദ്രനിരപ്പിലോട്ട് തന്നെ ഈ ഭാഗം അവർ കൊണ്ടുവരേണ്ടി വരും കേട്ടോ. കാരണം അത്രയും എന്താ പറയുക, മണ്ണിട്ട് ചെരിഞ്ഞ പ്രതലം പൊക്കിയെടുത്തിരിക്കുന്നതാണിത്. അപ്പോൾ ഒരു മുസ്ലിംസ് ഫെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബോർഡ് കണ്ടു. ഇവിടെ കുരുമുളകും ഒരു കപ്പലും ഒക്കെ നല്ലൊരു ആർട്ട് വർക്ക് ഉണ്ട്. പക്ഷേ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മാത്രം നമുക്ക് മനസ്സിലായിട്ടില്ല. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ കാണിക്കുന്നത് കൊതിക്കല്ലാണ്. നേരത്തെ കാണിച്ചിരുന്ന കൊതിക്കല്ലാണ്. അപ്പോൾ ഒരു ക്രൂഷ്യലായിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 2 രാജ്യങ്ങളുടെ അതിർത്തിയായിരുന്നു പണ്ട് കാലത്ത്. തിരുവിതാംകൂർ, കൊച്ചി, ഈ 2 രാജ്യങ്ങൾ ലയിക്കുന്നതിന് മുമ്പുള്ള അതിർത്തിയായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു കാലം എൻ്റെ തിരുവിതാംകൂറിലും ഒരു കാലം എൻ്റെ കൊച്ചിയിലുമാണ്. അപ്പോൾ പണ്ട് കാലത്താണെങ്കിൽ എന്താ പറയുക, വിസയൊക്കെ, ഇന്നത്തെ കാലത്താണ് വിസയൊക്കെ വേണ്ട കാര്യമാണ്.
അപ്പോൾ ഈ കല്ലിവിടെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. പണ്ട് കണ്ടിട്ടുണ്ട് കേട്ടോ, ഈ കല്ലിവിടെ കണ്ടിട്ടുണ്ട്, കാണാതിരുന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിയെന്നറിയാം. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കോട്ടയിൽ പോയ അതേ ഒരു അനുഭവം തന്നെ കിട്ടും. അപ്പോൾ വീഡിയോ കണ്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ മഴ തോർന്നിട്ടുണ്ട്, അടുത്ത മഴയ്ക്ക് മുമ്പ് വീടെത്തണം. താങ്ക്സ് ഫോർ വാച്ചിങ്.